അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്തുകൊണ്ട് വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ല ഖലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്ക്. അതെ, നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതേപോലെ തന്നെ അതിന് കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യത്രുക്കു തആമഹു വശറാബഹു വശഹ്വതഹു മിൻ അജ്ലി. എൻ്റെ കാരണത്താൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി അവൻ അവൻ്റെ ഇച്ഛകളെയും അവൻ്റെ ഭക്ഷണവും എല്ലാം അവൻ ഉപേക്ഷിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി പറയുന്നുണ്ട്, അസ്സിയാമു ലീ വ അന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതെ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞ ഒരു അമൽ എന്ന നിലക്ക് നോമ്പിന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പിൻ്റെ മഹത്വമായി എണ്ണിപ്പറഞ്ഞ ഒന്നാണ്, ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ അവന് പ്രതിഫലം ലഭിക്കും. ഇല്ല സിയാം, നോമ്പൊഴികെ. നോമ്പിൻ്റെ പ്രതിഫലം കണക്കാക്കാൻ കഴിയില്ല എന്നാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുമെന്നുള്ളത്. പക്ഷേ അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സിയാമിനെ ഒഴിവാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. നോമ്പ് അവൻ നിർവഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വാന ജിസിബി, ഞാൻ അവന് പ്രതിഫലം കൊടുക്കും, കണക്ക് നോക്കാതെ. അതിനൊരു പ്രധാന കാരണമുണ്ട്. ക്ഷമ അനുഭവിച്ച അല്ലെങ്കിൽ ക്ഷമിച്ച ആളുകളെപ്പറ്റി ഖുർആൻ പറഞ്ഞത് ബിഗൈരി ഹിസാബ്, കണക്ക് നോക്കാതെ പ്രതിഫലം കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നൊരു മേഖലയാണ്. പകൽ സമയം മുഴുവൻ ഭക്ഷണം ഒഴിവാക്കുന്നു, വെള്ളം ഒഴിവാക്കുന്നു, അവൻ്റെ ആഗ്രഹങ്ങൾ, ദേഹേച്ഛകൾ ഒഴിവാക്കുന്നു. അങ്ങനെ അവൻ ക്ഷമിക്കുന്നു അവൻ്റെ പകൽ സമയം മുഴുവൻ. അതുകൊണ്ട് തന്നെ കണക്ക് നോക്കാതെ പ്രതിഫലം നൽകപ്പെടേണ്ട ഒരു അമലാണ് നോമ്പ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വ അന അജ്സി എന്നവിടെ പറഞ്ഞത്. വല്ലാഹു അലം. അതേപോലെ തന്നെ ഈമാനോടും വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ഇഹ്തിസാബോടും കൂടി ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുമെന്നുള്ളതും നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിൻ്റെ മഹത്വങ്ങളായി എണ്ണിപ്പറഞ്ഞ ഒന്നാണ്, ഒരു റമദാൻ അടുത്ത റമദാൻ വരെയുള്ള അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്. ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ എത്തുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ തൊട്ടടുത്ത റമദാനിലൂടെ പൊറുക്കപ്പെടും. പ്രവാചകൻ്റെ ഹദീസുകളിൽ 5 നേരത്തെ നമസ്കാരത്തെ എണ്ണി പറഞ്ഞു, റമദാനിനെ പറഞ്ഞു, ഉംറയെ പറഞ്ഞു. കാരണം 5 നേരത്തെ നിസ്കാരങ്ങൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത് നിർവഹിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ അടുത്ത നിസ്കാരം പരിഹാരമാണ്. ഇതുപോലെ നോമ്പ് കഴിഞ്ഞു അടുത്ത റമദാൻ എത്തുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ തൊട്ടടുത്ത റമദാൻ കൊണ്ട് പരിഹരിക്കപ്പെടും. ഇതുപോലെ ഉംറ ചെയ്തു, അടുത്തൊരു ഉംറ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും.